കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബിടെക്കിൻ്റെ ക്ലാസ്സൊന്നും നടക്കുന്നില്ല. ഓക്കെ, അറിയാം. എങ്കിലും ഉള്ളത് വെച്ച് പഠിക്കുക. സമയം കിട്ടിയതില്ല, കുറച്ച് തിരക്കായി പോയി. എങ്കിലും കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ ബാക്കിയെല്ലാം പഠിച്ചതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഈ ചില ടോപ്പിക്കുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ കണ്ട ഒരു മെസ്സേജ് റീപ്ലൈ ആയിരുന്നു അവർ നമ്മുടെ ECയിലെ കുട്ടികൾക്ക്, അതായത് അണ്ണാ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ KTUയിലും 4th സെമ്മിൽ വരുന്ന റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഉള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, സ്പെക്ട്രൽ പവർ ഡെൻസിറ്റി സ്പെക്ട്രം, ഇങ്ങനെയുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് പിള്ളേർക്ക് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, എക്സാം പോയിന്റിലാണ് എടുക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോവാണ്, അല്ലാണ്ട് മൊത്തം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സമയമില്ല കേട്ടോ. സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അധികം പറയുന്നില്ല. പ്രോബ്ലം വരുന്ന സെക്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഒരു സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി സ്പെക്ട്രം എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ പഠിച്ച ഓട്ടോ കോറിലേഷൻ്റെ ഫോർമുലയിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ശരിക്കുള്ള ഡെഫിനേഷൻ തന്നെയാണ്, പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചത്, അതായത് WSSൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഓട്ടോ കോറിലേഷൻ നമ്മൾ RXS of T1 T2 ഇങ്ങനെയാണ് പഠിച്ചത്. RXS of T1 T2 = എന്ന് നമ്മൾ കാണുന്ന ഫോർമുല ഇങ്ങനെയാണ്: എക്സ്പെക്റ്റേഷൻ ഓഫ് X of T1 into X of T2. ഇങ്ങനെയാണ് നമ്മൾ എന്തിനു പഠിച്ചത്, ഓട്ടോ കോറിലേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, പക്ഷേ ഇവിടെ ചെറിയൊരു ഒരു ഫോർമുലയിൽ മാത്രം ശരിക്കും അതും ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ അതിന് ചെറിയൊരു ഫോർമുല മാറ്റിയാണ്. നമ്മൾ അവസാനം ഇതിന് കിട്ടുന്ന ആൻസർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് T1 - T2 എന്ന് എടുക്കും അല്ലേ. ആ T1 - T2നെ നമ്മൾ ഒരു ടോ എന്നുള്ള ഒരു വാല്യൂ കൊടുത്തിട്ട് ഈ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ 4th മോഡ്യൂളാണ്. മറ്റവർക്ക് അതിൻ്റെ ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. ഈ സ്പെക്ട്രൽ ഡെൻസിറ്റി വരുന്ന പ്രോബ്ലത്തിലെല്ലാം ഓട്ടോ കോറിലേഷൻ കാണാൻ പറയുമ്പോൾ നമ്മൾ RXS of T1 T2ന് പകരം RXS of ടോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ടോ എന്ന് പറഞ്ഞാൽ എഴുതുന്നത് എങ്ങനെയാണ്, Tക്ക് പകരം ടൈമാണ് ടോ. അപ്പോൾ RXS of ടോ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. = അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: എക്സ്പെക്റ്റേഷൻ ഓഫ് X of T into X of T plus ടോ. ടിയും ടോയും കൂടി കൺഫ്യൂഷൻ ആവേ, ടോ ഇങ്ങനെയാണ് എഴുതുന്നത്. സോ ഇതിൻ്റെ എക്സ്പാൻഷനാണ് എന്ത്, RXS of ടോ. അപ്പോൾ ഇതിൽ ഓട്ടോ കോറിലേഷൻ്റെ പ്രോബ്ലത്തിൽ, ഈ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. T1 T2 ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ടോ എന്നുള്ള വേരിയബിളാണ് കൊണ്ടുവരുന്നത്. എന്താണ് ഫോർമുല? RXS of ടോ = എക്സ്പെക്റ്റേഷൻ ഓഫ് X of T into X of T plus ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഈ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് അടക്കുന്നതിനേക്കാൾ മുമ്പ് ഇതിൽ എപ്പോഴും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു ഇത് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെയിനും വേരിയൻസും കാണാൻ പറയും. ഒരു ഓട്ടോ കോറിലേഷൻ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെയിനും വേരിയൻസും കാണാൻ തരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഓട്ടോ കോറിലേഷൻ ഉള്ള 2 ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ പ്രോബ്ലത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമുല ഇതാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: RXS of 0. എന്താ അതിന് മീനിങ്? ഈ ഓട്ടോ കോറിലേഷൻ്റെ ആൻസർ ടോയിലുള്ള വേരിയബിൾ ആയിട്ട് നമുക്ക് എടുക്കുക. ആ ടോയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് X²Tയുടെ വാല്യൂ കിട്ടും കേട്ടോ. എന്താ കിട്ടുക? RXS of 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് X²T, അതായത് ഇതിൻ്റെ സ്ക്വയർ കിട്ടും, X²ൻ്റെ വാല്യൂ കിട്ടും. ദെൻ രണ്ടാമത്തത് ലിമിറ്റ് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ് പറയുന്നത്. ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ടല്ലോ, ഇതാണ് പ്രോപ്പർട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് X of T. എക്സ്പെക്റ്റേഷൻ ഓഫ് X of T നമ്മൾ
വിളിക്കുന്ന എന്താണ്? മീൻ അല്ലേ? എക്സ്പെക്ടേഷൻ എക്സ് പറഞ്ഞ മീനാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി പറഞ്ഞാൽ മീന്, ആ മീനിൻ്റെ സ്ക്വയർ ഈക്വൽ ടു, മീനിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി, ടോക്ക് ഇൻഫിനിറ്റി കൊടുക്കുക, ആർ എക്സസ് ഓഫ് ടോ, ആർ എക്സസ് ഓഫ് ടോ. അതായത് ഓട്ടോ കോറിലേഷനിൽ ടോക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മീനിൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ മീനും എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ടി കിട്ടി കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഫോമുല ഉണ്ട്. വേരിയൻസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി, അതായത് ഈ സാധനം മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിയുടെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, ഈ വാല്യൂ കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഫോമുല, ഇത് രണ്ട് യൂസ് ചെയ്തുകൊണ്ട് വേരിയൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി പ്രോസസ് ഇൻ റാൻഡം പ്രോസസ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ ആർ എക്സസ് ഓഫ് ടോ എന്നൊന്നും പറയില്ല, ആർ ഓഫ് ടോ എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. ഓട്ടോ കോറിലേഷൻ അപ്പോൾ ആർ ഓഫ് ടോ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. നമുക്കൊരു പ്രോബ്ലം നോക്കിയിട്ട് സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ പ്രോബ്ലത്തിലേക്ക് പോകുന്നുള്ളേ. കേട്ടല്ലോ? ഇത് ആകെ കൊള്ളാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണേ. ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് given the autocorrelation function of the stationary process. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. സ്റ്റേഷനറി പ്രോസസ്സിൻ്റെ ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ട്. ആർ ഓഫ് ടോ ഈക്വൽ ടു 25 പ്ലസ് 4/1 പ്ലസ് 6 ടോ സ്ക്വയർ. ആർ ഓഫ് ടോ ഈക്വൽ ടു തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി പ്രോസസ്. Find mean and variance of the process x of t. x of t യുടെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, അണ്ണാ യൂണിവേഴ്സിറ്റി 8 മാർക്കിന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4th സെമ്മിൽ ശ്രദ്ധിക്കുക, ECയുടെ സ്റ്റുഡൻസിന് 4th സെമ്മിൽ റാൻഡം പ്രോസസ്സ് എന്നുള്ള പേപ്പർ ഉണ്ട്. അവർക്ക് ചോദിക്കുന്ന ഷുവറായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി പ്രോസസ്. നമുക്ക് KTN ചോദിക്കുന്നുണ്ട്, ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി പ്രോസസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആർ ഓഫ് ടോ, ചിലപ്പോൾ ആർ എക്സസ് ഓഫ് ടോ എന്നൊക്കെ പറയും, ഇങ്ങനെ ടോയിലുള്ള ഒരു ഇക്വേഷൻ തരും. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനെ നമുക്ക് ചെയ്യേണ്ട ടൈപ്പാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മീൻ കാണാനുള്ള ഫോമുല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ആൻസർ ആണ് ഓട്ടോ കോറിലേഷൻ ഫോമുലയിൽ വി നോ ദാറ്റ്, നമുക്ക് വി നോ ദാറ്റ് ആ ഫോമുല എഴുതാണ്. എന്താണ് ഫോമുല? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി. ഇ ഓഫ് എക്സ് സ്ക്വയർ ടിയുടെ ഫോമുല ആർ എക്സസ് ഓഫ് 0 എന്നാണ്. അതായത് ഈ ഇക്വേഷനിലെ ടോ കാണുന്ന സ്ഥലത്ത് 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഓഫ് എക്സ് സ്ക്വയർ ടി കിട്ടും. ആ പ്രോപ്പർട്ടിയുടെ അപ്ലൈ ആണ്. അതായത് 25 പ്ലസ് 4/1 പ്ലസ് 6 ഇൻറ്റു 0. മനസ്സിലായോ? ടോ കാണുന്നിടത്ത് 0 കൊടുക്കുക. അപ്പോൾ 25 പ്ലസ് 4/1 വരും, മറ്റേ 0 ആയി പോയി, ഈക്വൽ ടു 29. അപ്പോൾ 29 ആണ് നമുക്ക് എന്ത്? ഇ ഓഫ് എക്സ് സ്ക്വയർ ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഇവിടെ തന്നെ എഴുതുന്നുണ്ട് വി നോ ദാറ്റ്. എന്താ ഫോമുല? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിയുടെ സ്ക്വയർ, സ്ക്വയർ ഈക്വൽ ടു ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ. ഓട്ടോ കോറിലേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് എവിടേക്കാണ്? ടോക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ഓഫ് എക്സ് ഓഫ് ടിയുടെ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ഞാൻ എഴുതാണ് ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി 25 പ്ലസ് 4/1 പ്ലസ് 6 ടോ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിലെ ടോക്ക് ഇൻഫിനിറ്റി കൊടുക്കണം. ശ്രദ്ധിക്കണേ, ഇൻഫിനിറ്റി കൊടുക്കുന്ന പ്രോബ്ലത്തിൽ ടോ ന്യൂമറേറ്ററിലാണെങ്കിൽ പ്രശ്നമാണ്. ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇൻഫിനിറ്റി ലിമിറ്റ് ന്യൂമറേറ്റർ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യനിൽ ടോനെല്ലാം നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് വെട്ടികളൊക്കെ വേണം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് ഡയറക്റ്റ് ലിമിറ്റ് ഞാൻ കൊടുക്കുകയാണ്. 25 പ്ലസ്
4/1 + 6 × ഇൻഫിനിറ്റിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. അതായത് 25 പ്ലസ് താഴത്തെ ടേം മൊത്തം എന്തായി മാറും? ഇൻഫിനിറ്റി. ഓക്കെ, 1/∞ 0 ആണ്. അപ്പോൾ 25 + 0 എന്ന് കിട്ടും = 25. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? E(x)യുടെ സ്ക്വയർ 25 ആണ്. അപ്പോൾ മീൻ എന്ന് വിളിക്കുന്നത് എന്താണ്? E(x) ആണ് അല്ലേ? 25ന്റെ റൂട്ട് ദാറ്റ് ഈസ് 5. മീൻ എത്രയാണ്? 5 ആണ്. E(x)² ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? വേരിയൻസ് കൂടി കണ്ടാൽ മതി. ക്ലിയർ? ലിമിറ്റ് കൊടുക്കുക കേട്ടോ. ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താ? വേരിയൻസ് = E(x²t) മൈനസ് E(x)യുടെ സ്ക്വയർ = 29 മൈനസ് 5ന്റെ സ്ക്വയർ മാറ്റുന്നുണ്ട് =29 മൈനസ് 25 = 4. അപ്പോൾ 4 ആണ് വേരിയൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനം എഴുതിയിട്ടാണ് മീൻ = 5, വേരിയൻസ് = 25. ഇതാണ് ഒരിക്കലല്ല എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേരിയൻസിൻ്റെ റൂട്ട്. ഇവിടെ ചിലപ്പോൾ അങ്ങനെ എഴുതി ചോദിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് =√25 = 5. അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യുന്നുണ്ട്. ക്ലിയർ? ആ ക്വസ്റ്റൻ ഫുള്ളൊന്നും ചെയ്യുന്നില്ല. ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കണം മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റൻ കണ്ടതാണ്. ഫൈൻഡ് ദ മീൻ ആൻഡ് സ്പീഡ് കൂടുതലാണ് കേട്ടോ. ഞാൻ പിന്നെ കാരണം എനിക്ക് ഒരുപാട് ടൈം ആയാലേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം വേസ്റ്റ് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റൻ ആണ്. R(x)(τ) = 25 τ² plus 36/625 τ² plus 4. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇതിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? E(x)² കിട്ടെ. ഞാൻ ലിമിറ്റ് കാണുന്ന രീതി എന്ന് പറഞ്ഞു തരികയാണ്. അതായത് E(x)യുടെ ഹോൾ സ്ക്വയർ കാണാൻ ലിമിറ്റ് τ → ∞ ഇത് കൊടുക്കും അല്ലേ? ഷോർട്ട് കട്ടായിട്ട് ഞാൻ ലിമിറ്റ് മാത്രം പറയാണ്. പ്ലസ് 36/625 τ² അതിന് 6.25 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6.25 τ² plus 4 ശ്രദ്ധിക്കുക, ഇൻഫിനിറ്റി ലിമിറ്റ് ന്യൂമറേറ്ററിലും ടോ വരുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റിനെ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇങ്ങനെ വലിയ ഇക്വേഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ന്യൂമറേറ്ററിലുള്ള ഏറ്റവും വലിയ പവർ വരുന്ന ടോയുടെ ടൈമിനെ ഔട്ട് സൈഡ് എടുക്കണം. ഏറ്റവും വലിയ ടൈം ഏതാണ്? τ². അപ്പോൾ τ² നമ്മൾ ഔട്ട് സൈഡ് എടുക്കണം. ഓക്കെ, ബാക്കി എന്താ വരിക? 25 36ൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 36/τ² എഴുതണം കേട്ടോ. എല്ലാത്തിനും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബൈ താഴെയും τ² ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 6.25 plus 4/τ². ഇപ്പോൾ τ² കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നോക്കിയൊക്കെ ഡിനോമിനേറ്റർ ടോ ആയി. അപ്പോൾ ലിമിറ്റ് കൊടുത്തോളൂ. 25 plus 36/∞ by 6.25 plus 4/∞. 1/∞ 0 ആണ്. അപ്പോൾ 25 plus 0 by 6.25 plus 0. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത്. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ KT സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഈ മോഡൽ വരുന്നത് ആൻസർ ചെയ്യുക. അണ്ണാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അവരുടെ വരുന്നത് ആൻസർ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഫ്രീ ആണെങ്കിൽ തരാം കേട്ടോ, കുഴപ്പമൊന്നും. കുഴപ്പമില്ല, എന്തെങ്കിലും അയച്ചോളൂ. നമ്പർ അറിയാലോ, നമ്പറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക, വലിയ ലെങ്ത്തുള്ള പ്രോബ്ലം ആണ്. നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം പോലെയാണ്. ഓക്കെ, അതുകൊണ്ട് എന്താ പറയുക, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.